എന്താ ഭായ്, ഞാനെന്താ ഡോക്ടർ അല്ലേ? നല്ല ഡോക്ടർ അല്ലേന്ന്? കൂട്ടുകാരൻ ഡോക്ടർ ആയിരിക്കുമ്പോ നീ മറ്റേ ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഏയ്, ഏയ്. തോത്താറാമേ, ഞാനെന്തേ കാണിച്ചത്? ടെൻഷൻ അടിക്കണ്ടെന്നേ, ഇത് ബായുടെ ട്രീറ്റ്മെന്റാ. താൻ വെറുതെ പേടിക്കണ്ട. അതെ ഭായ്, പേടിക്കണ്ട. ഇതിന്റെ പേരാണ് തൊഴിൽ തെറപ്പി. ബ്ലഡ് സർക്കുലേഷൻ നേരെയാകും. ദാ ഇതുപോലെ. കർത്ത എല്ലാരെയും സുഹൃത്താ. എന്റെ ഭായ്, കണ്ണ് തുറന്ന് ഇങ്ങോട്ടൊന്ന് നോ. 501, 502, 503, 504, 505, 506, 509, 511, 520, 525. അല്ല ഇതല്ല, ആ ഇത് തന്നെ. ഇത് എന്റെ പേഴ്സണാലിറ്റിക്ക് സെറ്റ് ആവുള്ളൂ. ഇത് തന്നെ ഞാൻ പൊക്കാം. സംശയമുണ്ടോ? ഇതിന് വല്ലാത്ത കനമാണല്ലോ. എന്താ കൂട്ടുകാരെ, എല്ലാം കഴിഞ്ഞോ? ഏ? എന്റെ ഭായ്, താൻ തത്തയാണ്. പറക്കേണ്ടത് താഴെയല്ല, ആകാശത്തിലാണ്. എന്റെ മസിൽ പിടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? ബായ്, ഇവന് മസിൽസ് ഉണ്ടെന്ന്. അതെവിടെയാണെന്ന് കാണിച്ചു തരുമോ? പൂവലിനിടയ്ക്ക് മസിൽ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്റെ കിറ്റിക്കിറ്റേ, ഇപ്പൊ നോക്കിക്കോ നിന്നെ ഞാൻ എങ്ങനെ ഗുണപ്പെടുത്തുന്നു എന്ന്. കൊള്ളാം, എല്ലാം ശരിയായി. സംശയമുണ്ടോ? എന്താ ഭായ്, താനെന്താ ഇത്രയും ക്ഷീണിച്ചു പോയത്? പ്രോട്ടീൻ ഷേക്ക് കഴിക്ക്, പിന്നെ വിറ്റാമിന്റെ ഗുളികകളും. കൊള്ളാം, ക്ഷീണമെല്ലാം പോയി, ഇപ്പോൾ ശക്തി വന്നു. അതെ ഭായ്, നിങ്ങളും വാ, നിങ്ങളെയും ഞാൻ ചികിത്സിക്കാം. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. എന്നാ ഈ പെയിൻ കില്ലർ കഴിച്ചോ, എല്ലാം ശരിയാകും. ബായ്, ബായ് ഒരു സംഭവം തന്നെയാണ് കേട്ടാ. ഫിസിയോതെറാപ്പി, മരുന്ന്, ഗുളിക, ടോണിക്. ബായ് ഒരു ഡോക്ടറെ കണ്ട ആളാ. അതെയോ? അതെ ബായ്, ഡോക്ടർ തോത്താറാം MBBS. അതെ ബായ്, ഞാനിനി ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടറൊന്നും ആകാൻ കഴിയില്ല. അതെ ബായ്, നമുക്ക് ഈ ജിമ്മൊക്കെ മതിയെന്നേ. ബായ് എന്താ പറയുന്നേ? ഇവര് ഫ്രീ ആയിട്ടല്ലേ ചെയ്യുന്നേ. പിന്നെ ഈ ജിമ്മിൽ നിന്ന് എന്ത് കിട്ടാനാണ്? പക്ഷെ ഡോക്ടറായ നല്ല കാശുണ്ടാക്കാം. ബായിക്കാണെ മരുന്നുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാൻ ചെയ്യാം. അതെ ബായ്, എന്റെ മുത്തച്ഛൻ വൈദ്യനായിരുന്നു. എങ്കിൽ കാര്യം എളുപ്പമായി. പിന്നെ ബായിക്ക് ടൂട്ടി ഫ്രൂട്ടിയെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാൻ ചെയ്യാമല്ലോ. അത് തന്നെ അറിയില്ല നിങ്ങക്ക്? ഇങ്ങനെ പല നിറങ്ങളില് പീസ് പീസായിട്ട് മരുന്നൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ? അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇടത് ടൂട്ടി ഫ്രൂട്ടി അല്ല, ചെടികൾ എന്നാണ് പറയുന്നേ. ആ അത് തന്നെ, അത് തന്നെ. നീ ആവശ്യമില്ലാത്ത തോത്താറാമണ ഐഡിയ ഒന്നും കൊടുക്കരുത്. കിറ്റ് പറഞ്ഞതാ ശരി. ഞാൻ ഡോക്ടർ ആകും. എനിക്ക് മരുന്നുകളെ കുറിച്ചുള്ള അറിവുമുണ്ട്. കഴുതയ്ക്ക് കൊമ്പ് മുളച്ചെന്ന് വെച്ച് അതൊരിക്കലും കാളയാവാൻ പോകുന്നില്ല. സംശയമുണ്ടോ? അതെ ബായ്, സമയമായി. ഇനി ഞാൻ ഡോക്ടർ തന്നെയാ. ഭാവിയൊക്കെ ഒന്ന് സെക്യൂർ ചെയ്യണ്ടേ? ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ ബായി. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കളാന്നേ. നാളെ മുതൽ നിങ്ങൾ തോത്താറാം MBBS. ബായിയുടെ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷന്റെ സാധനങ്ങൾ അയച്ചേക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഇടിച്ച് ഉപ്പിലിട്ട് ഉപ്പ് വാങ്ങയാക്കി വിൽക്കും. കഴിഞ്ഞു. കിറ്റ് ചേട്ടാ, എന്താണ് ബായി, കഴിഞ്ഞാ? കഴിഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ABCD മുഴുവൻ എഴുതണം. ബായി ഇപ്പൊ ഡോക്ടറാണ്. ലോകത്തിലുള്ള എല്ലാ ഡിഗ്രീസും ഉണ്ടാവണം. ബോർഡ് കുറച്ചുകൂടെ വലുതാക്ക്. DDI, OIC എല്ലാം എഴുത്. ശരി ചേട്ടാ, ഞാൻ പോയി വലിയ ബോർഡ് കൊണ്ടുവരാം. കലക്കി. അതെ ബായ്. കർത്ത എല്ലാരും സുഹൃത്താ, ഞാൻ ഡോക്ടറായി. പക്ഷെ പേഷ്യൻസ് എവിടെ? ടെൻഷൻ അടിക്കണ്ട ബായി, ഞാൻ പുറത്തേക്ക് പോയി വഴിപോക്കരെല്ലാം പിടിച്ചകത്താക്കിയേക്കാം. നിങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോ. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ. ആദ്യത്തെ പേഷ്യന്റ്.
എന്താ ഭായ് എന്ത് പറ്റിയവനെ? രാവിലെ മുതൽ നല്ല സുഖമില്ല, ഒന്നും തന്നെ കഴിക്കൊന്നുമില്ല. ഹണി നീ എവിടേക്ക് എന്നെ കൊണ്ടുവന്നത്? തോത്താറാമന്റെ ക്ലിനിക്കാ, ഇദ്ദേഹം നിന്നെ ചികിത്സിക്കും. വേണ്ട വേണ്ട, എന്നെ നല്ല ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാൻ നോക്ക്. എന്താ ഭായ് ഞാനെന്താ ഡോക്ടർ അല്ലേ? നല്ല ഡോക്ടർ അല്ലേനാ? കൂട്ടുകാരൻ ഡോക്ടർ ആയിരിക്കുമ്പോ നീ മറ്റേ ഡോക്ടറിന്റെ അടുത്ത് പോവേണ്ട ആവശ്യമില്ല. തോത്താറാമേ, ഞാൻ എന്തേ കാണിച്ചത്? ടെൻഷൻ അടിക്കണ്ടെന്നേ, ഇത് ബായുടെ ട്രീറ്റ്മെന്റാ. താൻ വെറുതെ പേടിക്കണ്ട. അതെ ഭായ് പേടിക്കണ്ട, ഇതിന്റെ പേരാണ് തൊഴിൽതെറപ്പി. ബ്ലഡ് സർക്കുലേഷൻ നേരെയാകും. ദാ ഇതുപോലെ. കർത്താ എല്ലാരെയും സുഹൃത്താ. എന്റെ ഭായ് കണ്ണ് തുറന്ന് ഇങ്ങോട്ടൊന്ന് നോക്ക. അതെ ഭായ് ഡീഹൈഡ്രേഷൻ ആയിരിക്കാം. ബൈ, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാ എന്താ? ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ ശരീരത്തിൽ വെള്ളത്തിന്റെ കുറവുണ്ട്. കമ്പൗണ്ടർ നന്ദു ഇദ്ദേഹത്തിന് ബക്കറ്റ് നിറയെ വെള്ളം കുടിപ്പിക്ക്. അത് തന്നെ ഇന്ന് മുഴുവൻ റിപ്പീറ്റ് ചെയ്യണം. ശരി. ബൈ, ഈ ഹണിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്ക. ഇവന് ബുദ്ധി കുറച്ച് കുറവാണ്. അതെ ഹണി, ഇന്ന് രാത്രി മുഴുവൻ നീ തല കുത്തണ നിൽക്ക. തലയ്ക്കകത്തുള്ള സർക്കുലേഷൻ കറക്റ്റ് ആകും. പിന്നെ നീയും പണിയെ പോലെ സ്മാർട്ട് ആകും. അതെയോ? ഞാൻ ഇന്ന് രാത്രി തന്നെ അങ്ങനെ ചെയ്യാം. പക്ഷെ എന്റെ അടുത്ത് കാശൊന്നും ചോദിച്ചേക്കരുതേ. അതിന് പകരം ഞാൻ പേഷ്യൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വരുന്ന വഴിക്ക് ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡെയോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ തോത്താറാം, ഞാനാകെ പ്രശ്നത്തിലാ. എന്റെ തടി വല്ലാതെ കൂടുകയാണ്. ഞാനൊന്ന് തെന്നി വീണ അവിടെ മൊത്തം പ്രശ്നമാ. ഇന്ന് ഞാൻ വീണപ്പോ 2 പോലീസുകാരുടെ പണി തീർന്നു. എങ്ങനെയെങ്കിലും എനിക്ക് തടി കുറയ്ക്കണം. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. 1 മാസം ട്രേഡ് മില്ലിൽ ഓടിയാൽ മതിയെന്നേ. അല്ല, ഒരു സംശയം. ഒരു മാസത്തിൽ ഇതിൽ എത്ര മണിക്കൂറാണ് ഓടേണ്ടത്? അങ്ങനെ ഒന്നും നോക്കണ്ട, 1 മാസം മുഴുവൻ അങ്ങ് ഓടിക്കോ. എന്നാ പിന്നെ വേഗം തുടങ്ങിക്കോ. ഈഷ്, തോത്താറാം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതൊന്ന് നിർത്ത്. അതെ ഭായ് തനിക്ക് എന്താ പറ്റിയതാ? ഒന്നുമില്ല ബൈ, ഒരു കുഴപ്പമില്ല. ശരീരത്തിന് വല്ലാത്തൊരു ചൂട്, അത്രേ ഉള്ളൂ. എന്റെ ഭായ് ശരീരം ഒരിക്കലും ചൂടാക്കാൻ പാടില്ല. അത് ആപത്താ. പറയുന്നത് ഈ ഡോക്ടറാണ്. ഞാൻ തന്നെ ഗുണപ്പെടുത്താം. വേണ്ട ബൈ, വേണ്ട. എന്നെ വിട്ടേക്ക് ബൈ. ബൈ, ഞാൻ പറയുന്നത് കേക്ക്. ഈഷ്, തോത്താറാം, ഒന്ന് നിർത്ത്. ഇങ്ങനെ ഓടുവാണെങ്കിൽ ഞാൻ ലോകം വിട്ട് ഓടേണ്ടി വരും. ഇത്രയും വേഗത്തിൽ ഞാൻ കള്ളന്മാരെ പിടിക്കാൻ പോലും ഓടിയിട്ടില്ല. ജോർദാർ, എന്തു പറ്റി? ഈ ജോർദാർ ഫൗണ്ടറായി മാറിയിരിക്കുകയാണ്. സംശയമുണ്ടോ? നിന്റെ ശരീരത്തിനകത്ത് ഇത്രയധികം വെള്ളം എവിടുന്നാടാ വന്നത്? തോത്തറാം തെറ്റായിട്ടുള്ള ചികിത്സ തന്നതാണ്. ഡീഹൈഡ്രേഷൻ എന്നും പറഞ്ഞ് ഒരു ദിവസം 4 ബക്കറ്റ് വെള്ളം കുടിപ്പിക്കാനായി പറഞ്ഞു. അതിനാ നന്ദു എന്നെ പിടിച്ചു കിടത്തി 6 ബക്കറ്റ് വെള്ളമാണ് കുടിപ്പിച്ചത്. ഇപ്പൊ ഇവനെന്താ പറ്റിയത്? കൊച്ചളിയാ, നിങ്ങളൊക്കെ എന്തിനാ തല ഉത്തരം നിൽക്കുന്നത്? ഞങ്ങള് നേരെയാ നിൽക്കുന്നത്. തലകുത്തി നിൽക്കുന്നത് നീയാണ്. സംശയമുണ്ടോ? ഹണി, നേരെ നിക്ക്. എന്നെ കൊണ്ട് കഴിയുന്നില്ല കൊച്ചളിയാ. രാത്രി മുഴുവൻ തലകുത്തി നിന്നതുകൊണ്ട് എന്റെ കാല് നേരെ നിൽക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ വന്നത്. രാത്രി മുഴുവൻ നീ എന്തിനു വേണ്ടിയാ തലകുത്തി നിന്നത്? തോത്താറാം എന്നോട് പറഞ്ഞു തലയിലേക്ക് പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ ശരിയായാൽ ഞാനും ബണ്ണിയെ പോലെ ഇന്റലിജന്റ് ആകുമെന്ന്. ആദ്യം ഈ തോത്താറാമിന്റെ ബ്ലഡ് സർക്കുലേഷൻ ശരിയാക്കിയേ മതിയാവൂ. വരൂ. ആരെങ്കിലും വേഗം ഈ ട്രെഡ്മിൽ ഒന്ന് നിർത്ത്. എന്നെ രക്ഷിക്കൂ. ഞാൻ ഇന്നലെ വൈകിട്ട് മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
എന്റെ ഭായ് എന്തിനാ താഴെ ഇറങ്ങിയത്? രാത്രി മുഴുവൻ ഓടി ഓടി എന്റെ കാലുകൾ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റാൽ ഞാൻ ഓടിപ്പോകും. ഇത്രയും വേഗത്തിൽ ഓടിയാൽ എനിക്ക് ഡൽഹിയിലേക്ക് തന്നെ എത്താം. തോത്തറാം നിനക്കെന്താ വട്ടാണോ? 12 മണിക്കൂർ ആരെങ്കിലും ട്രെഡ്മിൽ ഓടിക്കോ? ഇവന് സുഖമില്ല, ഞാൻ ഗുണപ്പെടുത്താം. എന്നെ 6 ബക്കറ്റ് വെള്ളം കുടിപ്പിച്ചു. എന്റെ ഭായ് താൻ ഗുണമായല്ലോ. തന്റെ ശരീരത്തിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നത് കണ്ടോ? തീർന്നു ഡീഹൈഡ്രേഷൻ. ഇതെല്ലാത്തിനും കാരണം ആ കിറ്റ് ആണ്. ആ കിറ്റ് എവിടെ? അവന്റെ ശരീരം ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് അവനെ ഫ്രിഡ്ജിൽ വെച്ച് ഞാനങ്ങ് പൂട്ടി. എന്താ? കിറ്റ്കാറ്റ്, കിറ്റ്കാറ്റ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നവുമില്ല. എന്നെ ഒന്ന് രക്ഷിക്കണം ബായി. എനിക്ക് ഉടനെ തന്നെ ചൂട് വേണം. എന്റെ ഭായ് അവനെങ്ങെടുക്ക, ഞാൻ അപ്പച്ചട്ടിയിൽ വെച്ച് അവനെ ചൂടാക്കി എടുക്കാം. വേണ്ട ബായി, എനിക്കൊരു പ്രശ്നമില്ല ബായി. പ്രശ്നമൊന്നും ഇല്ലെന്നോ? എടാ കട്ട ഐസ് പോലെ നീ കട്ട പിടിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ബായി ജിമ്മ് നടത്തുന്നത് തന്നെ നല്ലത്. അതെയോ? അതെ ബായി, ബായി വെറുതെ ടെൻഷൻ അടിക്കണ്ട, അതായിരിക്കും നല്ലത്. എന്നാ പിന്നെ ഓക്കെ. സത്യം പറഞ്ഞ ഈ ഡോക്ടർ ആയതിൽ പിന്നെ ഒരു രസവും തോന്നുന്നില്ല. അല്ല ജിം എന്തിനാ തുറക്കട്ടെ? അത് ബായി, അതാകുമ്പോ തീർച്ചയായിട്ടും ആരുടെയും ജീവൻ പോവില്ല.